ബുദ്ധദേവ് ഭട്ടാചാര്യ പശ്ചിമ ബംഗാളിലെ മന്ത്രി, ഉപമുഖ്യമന്ത്രി, മുഖ്യമന്ത്രി, അങ്ങനെ 15 വർഷക്കാലം മന്ത്രി ആയിരുന്ന ശ്രീ ബുദ്ധദേവ് ഭട്ടാചാര്യ വിടവാങ്ങിയിരിക്കുന്നു. വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് അദ്ദേഹം രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നത്. ഒരു യാഥാസ്ഥിതിക ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ച ബുദ്ധദേവ് ഭട്ടാചാര്യ പൂജാരി കർമാദികൾ കുലതൊഴിലായി സ്വീകരിച്ചിരുന്ന കുടുംബത്തിലാണ് ജനിച്ചത്. എന്നാൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ തന്നെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വളർന്നു വന്ന ബുദ്ധദേവ് ഭട്ടാചാര്യ വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ തികഞ്ഞ ഭൗതികവാദിയായിരുന്നു. ബംഗാളിലെ വിദ്യാർത്ഥി ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി, ബംഗാൾ ഡെമോക്രാറ്റിക് യുവജന യൂത്ത് ഫെഡറേഷന്റെ ജനറൽ സെക്രട്ടറി തുടങ്ങിയ നിലകളിലൂടെ വളർന്ന് പാർട്ടിയുടെ CPMന്റെ ഉന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിൽ അംഗമായി. പശ്ചിമ ബംഗാളിൽ നിന്നുള്ള 2 പോളിറ്റ് മെമ്പർമാരായ ജ്യോതി ബാസും പ്രമോദ് ദാസ് ഗുപ്തയും. ആ പ്രമോദ് ദാസ് ഗുപ്തയുടെ നിര്യാണത്തെ തുടർന്ന് ആ ഒഴിവിലേക്കാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ പോളിറ്റ് ബ്യൂറോ അംഗമാകുന്നത്. 9 പേരുള്ള പോളിറ്റ് ബ്യൂറോ അംഗം. ആ 9 പേര് CPIM രൂപീകരിച്ചപ്പോൾ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരായതാണ്. ആ മെമ്പർമാരിൽ ജനറൽ സെക്രട്ടറി P. സുന്ദരയ്യയും, BT രണദീപ്, ബിസോ മിന്നയ്യ, പ്രമോദ് ദാസ് ഗുപ്ത, ജ്യോതി ബാസു, P. രാമമൂർത്തി, AK ഗോപാലൻ, EMS നമ്പൂതിരിപ്പാട് എന്നീ 9 പേരായിരുന്നു ആ പോളിറ്റ് ബ്യൂറോയിൽ. ശ്രീ AK ഗോപാലന്റെ നിര്യാണത്തെ തുടർന്നാണ് E. ബാലചന്ദ്രൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് കടന്നു ചെല്ലുന്നത്. അങ്ങനെ വളരെ ഉന്നത സമിതിയിലെ അംഗമായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. ഒരു വികസനം, പ്രത്യേകിച്ചും വ്യവസായിക വികസനം, ആ ഒരു വ്യവസായ വിപ്ലവമായി തന്നെയാണ് ബുദ്ധദേവ് ഭട്ടാചാര്യ മനസ്സിൽ സൂക്ഷിച്ചിരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പശ്ചിമ ബംഗാളിൽ വ്യവസായ രംഗത്ത് വളരെയധികം വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി സിന്ദൂർ ഗ്രാമത്തിലെ കർഷകരെയും താമസക്കാരെയും ഒഴിപ്പിച്ചതും അതിനുശേഷം നന്ദിഗ്രാമിൽ കൂടി ഒഴിപ്പിക്കുകയും ചെയ്തു. എന്നാൽ എതിർപ്പിനെ തുടർന്ന് നന്ദിഗ്രാമിലെ കുടിയൊഴിപ്പിക്കൽ, കർഷകരെ അവരുടെ കർഷക ഭൂമിയിൽ നിന്ന് ഒഴിപ്പിക്കൽ നിർത്തിവെച്ചു. എന്നാൽ ആ നിർത്തിവെച്ചതൊന്നും തന്നെയും കലാപരംഗത്ത് നിന്ന കർഷകര് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് വസ്തുത. സിംഗൂരിൽ കർഷകരുടെ ഭൂമികൾ വ്യവസായ വികസനത്തിന് വേണ്ടി ഏറ്റെടുത്തപ്പോൾ അവിടെ ആ വ്യവസായ വിപ്ലവത്തിനെതിരെ അല്ലെങ്കിൽ ആ ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ വ്യത്യസ്ത ഗ്രൂപ്പുകളായി നിന്ന ബംഗാളിലെ നക്സലൈറ്റ് പാർട്ടികൾ ഒരുമിക്കുകയും അവർ ആ ഭൂമി ഏറ്റെടുക്കലിനെതിരെ ശക്തമായ സമരരംഗത്ത് വരികയും ചെയ്തു. അത് സർക്കാരിന് എതിരെയുള്ള ഒരു സമരമായി മാറുകയും തൃണമൂൽ കോൺഗ്രസ് കൂടെ ആ സമരത്തിൽ അണിചേർന്നതോടെ അത് എല്ലാം കൊണ്ടും ഒരു വലിയ കലാപമായി മാറുകയും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 34 വർഷം കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന പശ്ചിമ ബംഗാൾ ദയനീയമായി വീഴുന്ന കാഴ്ചയാണ് ജനം കണ്ടതും അവിടെ തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയും ചെയ്തത്. ബുദ്ധദേവ് ഭട്ടാചാര്യയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയക്കാരനായിരുന്നതോടൊപ്പം തന്നെ ഒരു സാഹിത്യകാരൻ കൂടിയായിരുന്നു. നിരവധി നാടകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട്, നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ സാഹിത്യ മേഖലയിലും
രാഷ്ട്രീയ മേഖലയിലും ഒരുപോലെ പ്രവർത്തിച്ചിരുന്ന ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ബുദ്ധദേവ് ഭട്ടാചാര്യ. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം വളരെ ലളിതമായിരുന്നു. ഒരുപക്ഷെ ത്രിപുരയിലെ നിർഭൻ ചക്രവർത്തിയെ പോലെ ലളിതമായ ഒരു ജീവിതമാണ് അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം. പക്ഷെ അതൊന്നും സർക്കാരിനെതിരെ ഉണ്ടായ കലാപകാരികൾക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ സമയമുണ്ടായില്ല. അവസരം കിട്ടിയത് പൂർണ്ണമായി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അവിടുത്തെ ഇടതു സർക്കാരിനെതിരെ അതിശക്തമായ കലാപമാണ് നക്സലൈറ്റ് പാർട്ടികളും അവരോടൊപ്പം ചേർന്ന തൃണമൂൽ കോൺഗ്രസും ഉണ്ടാക്കിയെടുത്തത്. അതിന്റെ ഫലമായിട്ട് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പോലും അദ്ദേഹം പരാജയപ്പെട്ടു. അങ്ങനെ 34 വർഷത്തെ കമ്മ്യൂണിസ്റ്റ് കോട്ട തകർത്തുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയും മമതാ ബാനർജി മുഖ്യമന്ത്രി ആവുകയും ചെയ്ത ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഭാഗം, ബംഗാൾ രാഷ്ട്രീയത്തിന്റെ ഭാഗം. എന്തായാലും എന്തുകൊണ്ടോ അദ്ദേഹം 2015 ശേഷം സജീവ രാഷ്ട്രീയത്തിൽ നിന്നും മാറി നിന്നു. 2015 വരെയുള്ള സജീവ രാഷ്ട്രീയം അദ്ദേഹം പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്ന് പറയുന്നില്ല എങ്കിൽ തന്നെയും സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അദ്ദേഹത്തിന് പലരോടും താല്പര്യമില്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് ബുദ്ധദേവ് ഭട്ടാചാര്യ എത്തി. അദ്ദേഹം ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം ബംഗാളിലെ സാധാരണക്കാർക്ക്, തൊഴിലാളികൾക്ക്, കർഷക തൊഴിലാളികൾക്ക് എല്ലാം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഒരു പ്രചോദനമായിരുന്നു. അദ്ദേഹത്തിന്റെ വിടവ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് തീരെ നഷ്ടമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ അവസരത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി മാത്രം ഈ അവസരം ഉപയോഗിക്കുന്നു. ഇതുവരെ പ്രതികരണം അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.